വളരെ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഇത്. കാരണം എന്ന് വെച്ചാൽ ഇന്നെൻ്റെ വസുമോൻ്റെ എഴുത്തിനിരുത്താണ്. നമ്മളുടെ മക്കളുടെ പ്രത്യേക ദിവസങ്ങളിൽ നമുക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവുമെന്ന് അറിയില്ലേ? ആ ഒരു പ്രത്യേക സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് ആ ഒരു ചിരി കാണാം. അപ്പോൾ ഇന്ന് നമ്മളുടെ വസുവിൻ്റെ എഴുത്തിനിരുത്താണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചാണ് കേട്ടോ എഴുത്തിനിരുത്തുന്നത്. അപ്പോൾ നമ്മളുടെ പഴയ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം, നമ്മൾ മൂകാംബിക എത്തിയതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് കാണുക. അപ്പം നമ്മളിതാ പിറ്റേന്ന് പുലർച്ചെ ഏകദേശം ഒരു 5 മണിയായിട്ടുണ്ട് കേട്ടോ. 5, 5:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ ലാലൂട്ടൻ മുന്നിൽ പോയിട്ടുണ്ട് അവിടുന്ന് റിസീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പിറകിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ ഏകദേശം ഒരു 5:45 ആകുമ്പോഴത്തേക്ക് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മളുടെ റൂമിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. കാരണം സീസൺ സമയം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് നമുക്ക് റൂമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സൗപർണികയുടെ അടുത്താണ് കേട്ടോ നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ച് നടന്നു വരാനുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഒരു 10 മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി എല്ലാവരും കൂടെ നടന്നെത്തുമ്പോഴത്തേക്കും 5:30 അവിടെ അടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് മുല്ലപ്പൂ വാങ്ങിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് നമ്മൾ പൂവൊക്കെ തലയിൽ ചൂടി രാവിലെ തന്നെ കുളിച്ച് മുല്ലപ്പൂവൊക്കെ ചൂടി പോകാൻ പ്രത്യേക ഒരു സുഖമല്ലേ. ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. എന്നെ സംബന്ധിച്ച് മൂകാംബിക ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇവിടുന്ന് മുല്ലപ്പൂവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പുറത്തുനിന്ന് ലാലൂട്ടൻ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളോട് എഴുത്തിനെടുത്ത് 6 മണിക്കെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ ഒരു 5:40 ആകുമ്പോഴത്തേക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എത്തുമ്പോഴത്തേക്കും 5:45 ആയി. അപ്പോൾ ലാലൂട്ടന് ഫസ്റ്റിൽ തന്നെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ നമ്മൾ എത്താത്തത് കൊണ്ട് ഒന്നങ്ങോട്ട് ലേറ്റായി. കാരണം നമ്മൾ 6 മണിയെന്ന് വിചാരിച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അത് ലാലൂട്ടൻ അവിടെ ഇരുന്നിട്ടുണ്ട്, നമ്മളില്ല. അപ്പോൾ പിന്നെ എല്ലാവരെയും നമ്മളുടെ കൂടെ വന്ന് എല്ലാവരെയും സെറ്റ് ചെയ്യേണ്ടതാണ് അടുത്ത പരിപാടി. കാരണം നമ്മൾ ഈ കാര്യത്തിന് എല്ലാവരും വേണമല്ലോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും വസുവും സാൻവിയും മുന്നിൽ തന്നെ നിന്നിട്ടുണ്ട്. ഇവരെ അച്ഛനെയും അനീഷേട്ടനെയും ഒക്കെ എല്ലാവരെയും സെറ്റാക്കാണ് കേട്ടോ. കാരണം വലിയ തിരക്കായതുകൊണ്ട് തന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകുന്നുണ്ട്. അപ്പോൾ ലാലൂട്ടിന് ആദ്യം ഇരുന്നത് കുറച്ച് ഇങ്ങോട്ടായിരുന്നു കേട്ടോ. എന്തോ ഭാഗ്യത്തിന് നമ്മളിതാ തൊട്ട് മുന്നിലെത്തി കേട്ടോ. അമ്മയുടെ തൊട്ട് മുന്നിലേക്ക് നമുക്ക് ഇരിക്കാൻ പറ്റി. ഞാൻ പറയണ്ടായി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടാവുക എന്നുള്ളത് ഓരോരോ വിശ്വാസങ്ങളാണ്. അപ്പോൾ സാൻവിനെയും കൂടെ ഇരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. സാൻവിനെ എഴുതണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവിടുന്ന് സാൻവിയും കൂടെ ഇരുന്നപ്പോൾ എന്നാൽ പിന്നെ സാൻവിനെയും കൂടെ എഴുതിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വസു ആണെങ്കിൽ തലേദിവസം വാങ്ങിച്ച ഒരു കാറും പിടിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ അധികം വാശി പിടിച്ചിട്ട് അതിങ്ങോട്ട് വാങ്ങിച്ചില്ല. കാരണം നമ്മൾ വാശി പിടിപ്പിച്ച് കഴിഞ്ഞാൽ കരയും. കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ ഒന്നും നടക്കൂല. അങ്ങനെ നല്ല കുട്ടിയായിട്ടിരിക്കുന്നുണ്ട്. ഒന്നാമത് നല്ല ഉറക്കത്തിലാണ് ഉള്ളതെന്ന് തോന്നുന്നു. കാരണം പുലർച്ചെ എണീറ്റിട്ടുണ്ടല്ലോ. ആ ഒരു ഉറക്കത്തിലാണ് ആളുള്ളത്. എല്ലാം ഇങ്ങനെ നോക്കുകയാണ്. നമ്മളുടെ അടുത്തിരിക്കുന്ന ഒരു മോൻ നല്ലോണം കരയുന്നുണ്ടായിരുന്നു കേട്ടോ. പാവം അവരെ വല്ലാണ്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ആള്. എന്തോ പേടിച്ചിട്ടായിരിക്കും ഇതെന്താ സംഭവം എന്നൊന്നും അറിയാണ്ട്. പക്ഷെ ആ അമ്മ ഇങ്ങനെ പിടിച്ച് പിടിച്ച് വെക്കുന്നുണ്ട്. വസു ഇങ്ങനെ നോക്കുന്നുണ്ട്. നമ്മൾ പേടിച്ച് ഇവൻ മറ്റൊരാൾ കരയുന്നത് കണ്ടിട്ട് ഇവനും ഇനിയിപ്പോൾ കരയോ എന്നുള്ളത്. പക്ഷെ ആള് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അവരിങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഐസ്ക്രീം വാങ്ങിച്ചുതരാം, ചോക്ലേറ്റ് വാങ്ങിച്ചുതരാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആളങ്ങോട്ട് അടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വസുവിൻ്റെ പേരും നാളും ഒക്കെ ചോദിച്ച് സാൻവിൻ്റെയും പേരും നാളും ഒക്കെ ചോദിച്ച് ഇനിയിപ്പം എഴുത്തിനിരുത്തുന്ന ചടങ്ങുകൾ കാണിച്ചു തരാം കേട്ടോ. अविद्या मूलनाशिन्ये विद्या अवयवा मूर्तये सर्वविद्या
ओम हरिश्री गणपतये नमः। ओम हरिश्री गणपतये नमः। ओम हरिश्री गणपतये नमः। ओम श्री गुरुभ्यो नमः। श्री गुरुभ्यो नमः एदिकणं। श्री गुरुभ्यो नमः। गुरुभ्यो श्री गुरुभ्यो नमः। അമ്മയും അച്ഛനും ഭവീച്ചിയും ബാക്കി എല്ലാവരും നമ്മളുടെ മുന്നിൽ നിൽക്കുന്നോണ്ട് തന്നെ വസു ഓരോ മുന്നിൽ നിന്ന് ഷൈൻ ചെയ്യുന്നതാണ് കേട്ടോ. ഈ മഞ്ഞൾ കൊണ്ട് നെല്ലിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കണോ. അപ്പൊ അവരതൊക്കെ വാങ്ങി വെച്ചപ്പോ പിന്നെ മോതിരം കൊണ്ട് നാവിൽ എഴുതാൻ പറഞ്ഞു. വസു ഒരു തരത്തിലും നാവ് കാണിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം വന്ന് പറഞ്ഞപ്പോ വസു പെട്ടെന്ന് നാവ് കാണിച്ച് പേടിച്ചിട്ടാന്ന്, വേറൊന്നുമല്ല. നമ്മൾ പറഞ്ഞാൽ വലിയ അനുസരണയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതൊക്കെ ചെയ്യിപ്പിച്ച് വസുവിനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സാൻവിനെയും ചെയ്യിപ്പിച്ച് നല്ല സീസൺ ടൈമാണ്. അതുപോലെ തന്നെ തിരക്കുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് നമുക്ക് ദർശനമായിക്കോട്ടെ ഹരിശ്രീ എഴുതിക്കലായിക്കോട്ടെ വളരെ വൃത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു തിരക്ക് നമ്മളെ എഫക്ട് ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഒരുപാട് സമയം നമുക്ക് ദർശനവും കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഹരിശ്രീ എഴുതാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ തിരക്കിലും തിക്കിലും തിരക്കിലും നമ്മൾ പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യിച്ച് പിന്നെ അദ്ദേഹം നമ്മുടെ തളികയൊക്കെ വാങ്ങിച്ച് നമ്മൾ ദക്ഷിണ കൊടുത്ത്, നമ്മളുടെ കയ്യിൽ എത്ര രൂപയാണോ ഉള്ളത് അത്ര രൂപ നമ്മൾ ദക്ഷിണ കൊടുക്കുക. ഇത്ര വേണമെന്നൊന്നുമില്ല. അങ്ങനെ ദക്ഷിണയൊക്കെ കൊടുത്ത് അദ്ദേഹം നമുക്ക് എല്ലാവർക്കും കുറിയൊക്കെ തൊട്ട് തന്ന് അങ്ങനെ നമ്മളുടെ ഹരിശ്രീയൽ ചടങ്ങ് അവിടെ കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് വന്നൊരു യാത്രയാണ്. ഒട്ടും പ്ലാൻഡ് അല്ല ഈ ഒരു യാത്ര.
പിന്നെയാണ് നമ്മൾ അറിയുന്നത് മൂകാംബിക നമ്മൾ പോകണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പെട്ടെന്നേ പോകാൻ പറ്റുള്ളൂ. പ്ലാൻഡ് യാത്ര ഒരിക്കലും സാധ്യമല്ലാത്ത സ്ഥലമാണ് മൂകാംബിക. കാരണം അമ്മ എപ്പോഴാണോ വിളിക്കുന്നത് അപ്പോഴേ നമുക്ക് മൂകാംബിക എത്താൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളെ വിളിച്ച സമയം ഈ ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഹരിശ്രീ എഴുതാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. അങ്ങനെ നമ്മളുടെ ഹരിശ്രീ എഴുതിക്കലൊക്കെ വൃത്തിയായിട്ട് അവിടെ കഴിഞ്ഞു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ അവർ നമ്മളോട് കൊടിമരത്തിൻ്റെ അടുത്ത് പോയിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ എല്ലാവരും ഇവിടെ അമ്മയുടെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ നേരെ കൊടിമരത്തിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എഴുത്തിനിരുത്തുണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ശനിയാഴ്ച വൈകുന്നേരം എത്തുമ്പോഴും അവിടെ നിന്ന് എഴുത്തിനിരുത്തുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ സമയത്ത് എഴുതുന്നില്ല എന്ന് തീരുമാനിച്ചാണ് പിറ്റേ ദിവസം രാവിലെ നമ്മളുടെ ഒരു ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് എഴുതാന്നുള്ളൊരു തീരുമാനമാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇവിടെയും പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ നേരെ കൊടിമരത്തിനടുത്തേക്ക് പോയി. അപ്പോൾ അവിടുന്ന് കുറേ കുട്ടികൾ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മയുടെ സന്നിധിയിൽ വെച്ചിട്ട്. അതിൻ്റെ വീഡിയോ ഞാനൊന്നും എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ അവിടെ പോയി പ്രാർത്ഥിച്ച്. നമ്മൾ ഇന്ന് ദർശനത്തിന് നിന്നിട്ടില്ല കേട്ടോ. ഉള്ളിലേക്ക് നിങ്ങൾക്ക് കാണാം ദർശനത്തിനുള്ള തിരക്ക്, നല്ല അസല് തിരക്കായിരുന്നു കേട്ടോ ഞായറാഴ്ചയൊക്കെ അവിടെ. അപ്പോൾ നമ്മൾ തലേദിവസം കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അന്ന് നമ്മൾ അവിടെ ഇരുന്നിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇനി ചായ കുടിക്കാൻ പോവുകയാണ്. തലേദിവസം ചായ കുടിച്ച ഹോട്ടൽ ഒന്നിനും പറ്റൂലായിരുന്നു. അപ്പോൾ ഈ ഹോട്ടൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇവിടത്തേക്ക് പോയി. ഇവിടുത്തെ കോഫിയും വടയും മാത്രം ഓക്കെയാണ്, ബാക്കിയൊന്നും ഒന്നിനും പറ്റുന്നില്ലായിരുന്നു. ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. മൂകാംബിക പോയ ആ 2 ദിവസങ്ങളിൽ നമ്മളിവിടുന്ന് കൊണ്ടുപോയ ഫുഡ് മാത്രമേ ഒരു വൃത്തിക്ക് കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കോഫിയും ചായയൊക്കെ അവിടുന്ന് കുടിച്ച്, വട മാത്രം നല്ല വടയായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തരും ഓരോരോ ടേബിളിലായിട്ട് ഇരുന്ന് നല്ല തിരക്കുണ്ട്. എല്ലാ ഹോട്ടലുകളിലും നല്ല തിരക്കാണ്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മളുടെ ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവിടുന്ന് പിള്ളേർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് തലേദിവസം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. റൂമിലെത്തി ഡ്രസ്സൊക്കെ മാറി നമ്മളിതാ ബസ്സിലേക്ക് കയറി. അപ്പോൾ ബസ്സിൽ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഛർദീൻ്റെ ഗുളികയൊക്കെ കുടിച്ചിട്ടാണ് ബസ്സിൽ കയറിയത്. കാരണം തലേ ദിവസം നമ്മൾ നല്ല അസ്സൽ വാള് വെച്ചതുകൊണ്ട് തന്നെ പിറ്റേന്ന് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഛർദീൻ്റെ ഗുളിക കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങിപ്പോവും, ഭയങ്കര മയക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ബസ്സിൽ കയറി അപ്പം തന്നെ എന്നോട് ഉറങ്ങിപ്പോയി. ഏതോ ഒരു സ്ഥലത്തെത്തിയപ്പോഴാണ് എണീക്കുന്നത്. പിന്നെ നമ്മളിതാ നമ്മളുടെ റെയിൽവേ സ്റ്റേഷനിലെത്തി, ബൈന്ദൂർ സ്റ്റേഷനിലെത്തി. ഭയങ്കര ചൂടാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും ഓരോരോ ഐസ്ക്രീം കുടിച്ചു. ഓരോ കോൺ ഐസ്ക്രീം കുടിച്ചു. ഐസ്ക്രീം ഒന്നേ കുടിച്ചിട്ടുള്ളൂ. പക്ഷേ കുടിച്ച വെള്ളത്തിന് കയ്യും കണക്കുമില്ലായിരുന്നു കേട്ടോ. അത്രയും വെള്ളം നമ്മൾ ഓരോരോ വെള്ളങ്ങൾ കുടിച്ചിട്ടുണ്ട്. കോലി സോഡയായിട്ടും ലൈം സോഡയായിട്ടും അങ്ങനെ പല പല വെള്ളങ്ങൾ നമ്മൾ അകത്താക്കിയിട്ടുണ്ട്. 11:55 നമ്മളുടെ ട്രെയിൻ എന്നാണ് കേട്ടോ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു 10:15 10:30 ആകുമ്പോഴത്തേക്കും അമ്പലത്തിൽ നിന്ന് ബൈന്ദൂരിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് നമ്മളുടെ ട്രെയിൻ ഒരുപാട് ലേറ്റ് ആണ്. ഏകദേശം ഒരു 1:15 സമയം കാണിക്കുന്നുണ്ടായിരുന്നത്. വേറെ നിവൃത്തിയൊന്നുമില്ല, അവിടെ ഇരിക്കുക. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് പിന്നെ നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഉച്ചക്കത്ത്. കാരണം നമ്മൾ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഇനി ഏകദേശം വൈകുന്നേരം രാത്രിയോടടുക്കും നമ്മളുടെ നാടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ ഫുഡാണെങ്കിൽ ഒട്ടും കൊള്ളില്ലായിരുന്നു. സാദാ ചോറും ഉണ്ട്, വെജിറ്റബിൾ ബിരിയാണി ഉണ്ട്. രണ്ടും ഒന്നിനൊന്ന് മെച്ചെന്ന് തന്നെ പറയാം. അങ്ങനെ അവിടുന്ന് മര്യാദയ്ക്കൊന്നും ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 6:30 6:45 ആകുമ്പോഴത്തേക്കും നമ്മൾ വടകര സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ വിട്ടത് നമ്മളുടെ ബ്ലൂ ഡയമണ്ടിലേക്കാണ്. ശരിക്കും നമ്മളുടെ നാട് വിട്ട് കഴിഞ്ഞാലേ നമുക്ക് നമ്മളുടെ ഫുഡിന്റെ വില മനസ്സിലാവുള്ളൂ എന്ന് പറയൂലേ, സത്യമാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് 2 ദിവസം പോയാൽ 2 ദിവസവും ഞാൻ മര്യാദയ്ക്ക് എന്തായാലും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബ്ലൂ ഡയമണ്ടിലെത്തി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഞാനിതിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ശരി, ബൈ. ഓക്കേ.